ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗിവ്സ് യു ടാങ്കറിൻ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 5th എപ്പിസോഡാണ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഈസനും ഗ്വൻസിക്കും മാരേജ് ഒക്കെ കഴിഞ്ഞ് ജീവിക്കുന്നതിനിടയിൽ ഗ്വൻസിക്കിന് ആകെ കൂടിയിട്ടുണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഗ്വൻസിക്ക് വേറെ കുറെ ഷിപ്പുകളിലും ബോട്ടുകളിലൊക്കെ കയറാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഈസന്റെ ബ്ലൈൻഡ് ആയിട്ട് വന്ന ആള് അവിടുത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെർച്ചന്റ് ആയതുകൊണ്ട് തന്നെ അയാള് ഒരിക്കലും ഗ്വൻസിക്കിന് ജോലി കൊടുക്കരുത് എന്ന് മനഃപൂർവ്വം കരുതിയിട്ട് തന്നെ അയാളുടെ ഇൻഫ്ലുവൻസ് വെച്ച് ബാക്കി എല്ലാവരോടും ഇവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഗ്വൻസിക്കിന് ഇപ്പൊ ഒരു ബോട്ടിലും ജോലി കിട്ടാതെ ഇരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ഓൾറെഡി ഏസിൽ പ്രഗ്നന്റ് ആണ്. അതല്ലാതെ ഇവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് വേറൊരു കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഗ്വൻസിക്ക് ആകെ വളരെ സ്ട്രേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഏസിന്റെ അമ്മയുടെ ഒരു ഫ്രണ്ടൊക്കെ അവളെ വന്ന് കണ്ടിട്ട് ഗ്വൻസിക്കിന് ഏറ്റവും ഇഷ്ടം കടലിലെ ജോലികളാണെങ്കിലും തൽക്കാലത്തേക്ക് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വല്ല കൺസ്ട്രക്ഷന്റെ വല്ല പണിക്ക് പോകാനായിട്ട് അവനോട് പറയാനായിട്ട് ഏസിനോട് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നാട്ടിലെ റോഡിന്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ഒരു ജോലി എന്തായാലും അവർ കൊടുക്കാതിരിക്കില്ലെന്നൊക്കെ അവള് പറയുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജോലി വളരെ വേണ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഈസൻ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഗ്വൻസിക്കിന്റെ വിഷമവും അവരുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അവന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈസൻ തന്നെ അവളുടെ അമ്മയുടെ ബാക്കി ഫ്രണ്ട്സിന്റെ ഒപ്പം മീനൊക്കെ വിറ്റ് ഇത്തിരിയെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ അത് അവരുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒപ്പം മാർക്കറ്റില് ഫിഷിന് വിൽക്കാനൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. അതേ സമയത്ത് ഗ്വൻസിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും അവന്റെ മുഖത്ത് പഴയ പോലെ ഒരു സന്തോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ആ ഒരു കടലിലെ ജോലി പോയേ പിന്നെ ആകെ ഡള്ളാണെന്ന് ഈസൻ പറയുന്നത് കേൾക്കുമ്പോ അതിലെ ലേഡി വന്നിട്ട് ഒരിക്കലും ഒരാള് കടലില് ജോലി ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് ഹെവൻ ആണെന്നും അവിടെ നിന്ന് വരാനായിട്ട് ആരും ഇഷ്ടപ്പെടില്ലെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവൻ മാർക്കറ്റിലെത്തുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഒരു മുറിവെല്ലാം ഉള്ളത് കാണുന്ന ഏസിന് കൂടുതൽ വിഷമാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൾ അവനെ വീട്ടിലേക്കെല്ലാം കൊണ്ടുവന്ന് അവനെ സമാധാനപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്റെ ഫാമിലിയെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നറിയാതെ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ഗ്വൻസിക്ക്. മാത്രമല്ല അവൻ അത്രയും ടയേർഡായിട്ടും അവന് കിട്ടുന്ന ടൈം ഒന്നും തന്നെ കളയാതെ അവൻ അവിടെയുള്ള അവരുടെ വീടിനെല്ലാം ഫിക്സ് ചെയ്തിട്ടും അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവള് ഗ്വൻസിക്കിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും തീരുമാനിച്ചു. അവന് 10 വയസ്സ് ഉള്ളപ്പോൾ മുതൽ അവൻ ഈസനെ നോക്കി തുടങ്ങിയതാണെന്നും അന്ന് മുതലേ തന്നെ അവൻ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിരുന്നുവെന്നും ഇത്രയും നാള് അവൻ അത്രയും വർക്ക് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചു നാള് ഇനി റെസ്റ്റ് എടുക്കാനായിട്ട് ഇപ്പൊ അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഗ്വൻസിക്ക് ആകട്ടെ എനിക്ക് ഫീഡ് ചെയ്യാനായിട്ട് 4 മെമ്പേഴ്സ് ഉണ്ടെന്ന് അവളുടെ വയറ്റിലുള്ള കുട്ടീനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇവര് 4 പേരെയും അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും 3 നേരം ഫുഡ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ ഞാൻ ഹാപ്പി ആവുമെന്നും എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ അംബീഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളും എനിക്ക് നടത്തണമെന്ന് അവൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ഒരു ദിവസം പോലും വർക്ക് ചെയ്യാതെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ തന്നെ അവരുടെ വീട്ടിൽ ആയിരുന്ന റൈസ് എല്ലാം തീർന്നു പോകുന്നുണ്ട്. അങ്ങനെ തന്റെ കുഞ്ഞിനെങ്കിലും ഫുഡ് കൊടുക്കാനായിട്ട് അവര് ലാൻഡ് ഓണറുടെ അടുത്ത് പോയിട്ട് ചോറൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ അവർക്ക് കഴിക്കാനുള്ളത് തന്നെ തികയുന്നില്ലെന്ന് പറഞ്ഞ് അവരവളെ ആട്ടി വായിക്കുന്നുണ്ട്. അങ്ങനെ വേറൊരു നിവൃത്തി ഇല്ലാതെ അവളിപ്പോ അവളുടെ മുത്തശ്ശീനെ തന്നെ കാണാനായിട്ട് അവളുടെ അങ്കളുടെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇത്തിരി അരിക്ക് വേണ്ടി അവൾ അവിടെ ഇരുന്ന് കരയുമ്പോ നീ ഞങ്ങളോട് ആരോടും പറയാണ്ട് ഗ്വൻസിക്കിനെ കല്യാണം കഴിച്ചതല്ലേന്നും അപ്പൊ അവനാണ് നിന്റെ ഹസ്ബൻഡ് എന്നും നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ഇവിടേക്കല്ല അവന്റെ അടുത്താണ് പോയിട്ട് ചോദിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്കിൾ അവിടെ ദേഷ്യത്തിലിരുന്ന് സംസാരിക്കുമ്പോ ഇവിടെ മുത്തശ്ശിയാകട്ടെ വളരെ സഹതാപത്തോടെ അവളെ നോക്കുന്നുണ്ട്. അത്രയല്ല ആ ഒരു മുത്തശ്ശി ഇവളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോൾ തന്നെ അങ്കിൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെക്കാളും കഷ്ടത്തിലാണ് ഈ ഒരു ഫാമിലി ഇപ്പൊ പോണേന്നും പറഞ്ഞു ഇവിടെ ഇപ്പൊ അവൾക്ക് കൊടുക്കാൻ മാത്രം ഒന്നും തന്നെ ഇല്ലെന്നും അയാൾ തീർത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒന്നും തന്നെ കിട്ടാതെ അന്നത്തെ രാത്രി പട്ടിണിയിലായിട്ട് അവർ ഉറങ്ങുന്നതിന്റെ ഇടയിൽ ഇത്രയും പെട്ടെന്ന് എനിക്ക് വയസ്സാവണമെന്നും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ അവള് മാത്രം ഇത്രയും അൺലക്കി ആയിട്ട് മാറുന്നതെന്നൊക്കെ ചോദിച്ച് അവള് കരയുമ്പോൾ അവളുടെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ ആയിട്ടുള്ള ഗ്വൻസിക്കിനെ അവളെ ചേർത്ത് പിടിച്ച് ഇപ്പൊ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പണ്ട് അവളുടെ അമ്മ എങ്ങനെയാണോ അവളെ താരാട്ട് പാടി ഉറക്കാറുള്ളത് ആ ഒരു കെയറും സ്നേഹവും ഇപ്പൊ ഗ്വൻസിക്കിന്റെ അടുത്ത് നിന്ന് അവൾക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ലോകത്ത് എന്തൊക്കെ പ്രശ്നം വന്നാലും ഗ്വൻസിക്കിന്റെ ഒപ്പം നിൽക്കുമ്പോൾ അവള് നല്ല രീതിയിൽ തന്നെ റിലാക്സ്ഡ് ആകുന്നുണ്ട്. ഏസിന്റെ മുത്തശ്ശി വന്ന് അവരെ വിളിക്കുന്നത്. അങ്ങനെ ഗ്വൻസിക്ക് മുത്തശ്ശിക്ക് വേണ്ട ചായ ഒക്കെ ഉണ്ടാക്കാൻ പോകുമ്പോ മുത്തശ്ശി വന്ന് മുത്തശ്ശിയുടെ കയ്യിൽ ആകെ കൂടിയിട്ടുണ്ടായിരുന്ന ഒരു ഗോൾഡിന്റെ റിങ്ങും അതുപോലെ കുറെ പൈസ എടുത്തിട്ട് ഇപ്പൊ ഏസിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്വൻസിക്കിനോട് സ്വന്തമായിട്ട് ഒരു ബോട്ട് വാങ്ങിക്കാനും അത് വെച്ച് ആരുടെ മുമ്പിലും ഇനി താഴാതെ നിങ്ങൾ അഭിമാനമായിട്ട് ജീവിക്കണമെന്ന് മുത്തശ്ശി ഇപ്പൊ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആദ്യം ഏസിന് വിശ്വസിക്കാൻ പറ്റാതെ അവൾ ആ ഒരു ബുക്ക് തുറന്ന് നോക്കുമ്പോ അതിൽ പണ്ട് മുതലേ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പൈസയുടെ കണക്കൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു എമൗണ്ട് ഉള്ളത്
അതുകൊണ്ട് തന്നെ അത് വെച്ച് അവർക്ക് എളുപ്പത്തിൽ ഒരു ബോട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇത് മനഃപൂർവ്വം തന്നെ ഇത്രയും നാള് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും എന്റെ മകന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാനത് കൊടുക്കുകയാണെന്നും ആ ഒരു മുത്തശ്ശി പറയുന്നുണ്ട്. മാത്രമല്ല ഇത് അവളുടെ അങ്കിളിന് കൊടുക്കുകയാണെങ്കിൽ തന്നെ അയാള് കുറെ കള്ള് കുടിച്ച് കുറെ ചീട്ടൊക്കെ കളിച്ച് വെറുതെ അത് നശിപ്പിച്ച് കളയെന്നും ഇപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഏസൻ നിൽക്കുമ്പോഴാണ് ശരിക്കും മുത്തശ്ശി ഇപ്പൊ ഇങ്ങനെ വരാൻ കാരണം തന്നെ ഏസന്റെ അമ്മയാണെന്ന് ഒരു മുത്തശ്ശി പറയുന്നത്. കാരണം അന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ അമ്മ മരിച്ചു പോകുന്നേക്കാളും മുമ്പ് അവളുടെ അമ്മ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വന്നിട്ട് മുത്തശ്ശീനെയും കൂട്ടിയിട്ട് അവളുടെ അവസാനത്തെ ഈ ഫ്യൂണറലിനൊക്കെ വെക്കുന്ന ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മുത്തശ്ശി തന്റെ ഒരു ഫ്യൂണറലിന്റെ ഫോട്ടോയും കൂടി എടുക്കണമെന്ന് പറയുമ്പോൾ തനിക്ക് ഏതായാലും ഈ 2-3 ദിവസം കൂടി ബാക്കിയുള്ളൂന്നും മുത്തശ്ശി അതുപോലെ ആവരുതെന്നും ഒരുപാട് വർഷങ്ങൾ ജീവിക്കണമെന്നും താൻ മരിച്ചു പോയി കഴിഞ്ഞാൽ തന്റെ മകള് ഒരു അനാഥയായിരിക്കുമ്പോൾ അവൾക്ക് ആകെ കൂടി ഉണ്ടായിരിക്കുന്ന ഒരു ആശ്വാസം മുത്തശ്ശി ആയിരിക്കണമെന്നും ഏസന്റെ അമ്മ പറയുന്നുണ്ട്. മാത്രമല്ല ഏസൻ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നും ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാത്ത, ഒന്നിനു വേണ്ടി വാശി പിടിക്കാത്ത, പൈസയോട് യാതൊരു ആർത്തിയുമില്ലാത്ത ഒരു നല്ല കുട്ടിയാണെന്നും എന്തെങ്കിലും അവൾ മുത്തശ്ശിയുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞ് കരയാണ് അല്ലെങ്കിൽ കൈ നീട്ടാണെങ്കിൽ അതിനർത്ഥം അവളുടെ ജീവിതത്തിന്റെ അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസിലായിരിക്കുമെന്നും അന്ന് മുത്തശ്ശി ഒരിക്കലും അവളെ കൈ ഒടിയരുതെന്നും ഇസന്റെ അമ്മ പണ്ട് തന്നെ ഓൾറെഡി മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതിന്റെ ഒരു റിസൾട്ട് തന്നെയായിട്ടാണ് ഇപ്പോ ഇത്രയും സ്വത്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ട് മുത്തശ്ശി ഏസനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഏസൻ വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടും തന്റെ അമ്മ ഇപ്പോഴും തന്റെ ഒപ്പം ഉള്ളതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. ഇതെല്ലാം സൈഡിലിരുന്ന് കേട്ടോണ്ടിരുന്ന ഗ്വൻസിക്കിനും അത് വിഷമമായിട്ട് മുത്തശ്ശി ഇപ്പൊ അവർക്ക് കൊടുക്കാൻ പോകുന്ന ഈ ഒരു പൈസ ഒരിക്കലും അവര് രണ്ടുപേരും നശിപ്പിച്ച് കളയില്ലെന്നും അതുകൊണ്ട് എങ്ങനെയാലും അവര് നന്നായിട്ട് ജീവിക്കുമെന്നും മുത്തശ്ശീനെ പ്രൗഡ് ആക്കുമെന്നും ഇപ്പൊ അവര് രണ്ടുപേർക്കും മുത്തശ്ശിക്ക് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ തന്റെ മകന് തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നും തന്റെ മകന്റെ മകൾക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേന്നും ആ ഒരു മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വൻസിക്ക് സ്വന്തമായിട്ട് ഒരു ബോട്ട് വാങ്ങിക്കുമ്പോൾ വൻസിക്കിന്റെ ഫാമിലി മെമ്പേഴ്സും ഇസന്റെ മുത്തശ്ശി മകളൊക്കെ ഇപ്പൊ അത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഒരു ബോട്ടിനെല്ലാം ബ്ലെസ് ചെയ്ത് റിച്വൽസ് ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. ഒരു സമയത്ത് തന്റെ മകൻ ഒരു ബോട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് വൻസിക്കിന്റെ അമ്മയും സ്വന്തം ഹസ്ബൻഡ് ഒരു ബോട്ട് വാങ്ങിച്ചതിന്റെ ആ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഏസനും ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത് ഏസന്റെ വീട്ടുകാര് അവൾക്ക് കൊടുത്ത ബോട്ടാണെന്നും ഇത്രയും നാള് പറഞ്ഞിരുന്നത് പോലെ ഏസൻ അവന് ഒരു ദുരിതമല്ലെന്നും അവൾ ആക്ച്വലി അവന് ലക്കിയാണെന്നും ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും സന്തോഷിച്ചിരിക്കുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്ന് പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്ന ഏസന്റെ വാട്ടർ ബ്രോക്ക് ചെയ്യുന്നത്. അങ്ങനെ വേഗം തന്നെ വൻസിക്ക് അവളെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം പണ്ടെപ്പോഴും അവർ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ഏസൻ ഇപ്പൊ വീണ്ടും പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. അവരിപ്പോ അവരുടെ മൂന്നാമത്തെ കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു സമയത്ത് ഏസൻ കാരണം വൻസിക്കിന് ഒരു ബോട്ട് കിട്ടിയതോടെ അത്രയല്ല രണ്ടാമതായിട്ട് അവൾക്കൊരു ആൺകുട്ടി കൂടി ഉണ്ടായതോടെ ഏസനോടുള്ള ഗ്വൻസിക്കിന്റെ പാരന്റ്സിന്റെ പെരുമാറ്റം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്രയൊക്കെ ഒരു ഗ്വൻസിക്കിനെയും ഏസനെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചെങ്കിലും നീയും അവിടേക്ക് പോയിട്ട് താമസിക്കാനായിട്ട് ഗ്വൻസിക്കിന് സമ്മതമായിരുന്നില്ല. എന്ത് വന്നാലും എന്റെ ഭാര്യയും മക്കളെയും ഇനി ഒരിക്കലും ആ ഒരു വീട്ടിലേക്ക് കയറ്റില്ലെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ പിന്നീട് വൻസിക്ക് അവിടെ അപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു ലാൻഡ് ഓണേഴ്സിനെ കണ്ട് അവരോട് യാത്ര പറഞ്ഞ് ഏസന്റെ അടുത്തേക്ക് ചെന്ന് പാക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു സമയത്ത് എങ്ങോട്ടേക്കാണെന്ന് അവൾ ചോദിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്കാണെന്ന് അവൻ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൻ അവളുടെ കയ്യും പിടിച്ചിട്ട് നേരെ അവളുടെ അമ്മയുടെ പഴയ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇത് കണ്ട് ഇത് വിശ്വസിക്കാൻ കഴിയാതെ അവൾ നിൽക്കുന്ന സമയത്ത് അവിടെയും ചേർത്ത് പിടിച്ച് ഈ ഒരു വീട് ഞാൻ വാങ്ങിയെന്നും ഇതാണ് നമ്മുടെ രണ്ടുപേരുടെയും വീടെന്നും ഗ്വൻസിക്ക് അവളെ നോക്കി പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ പല തവണ പല സമയങ്ങളിലായിട്ട് കുഞ്ഞായിരുന്ന ഏസൻ ഈ ഒരു മലയിലുണ്ടായിരുന്ന ഈ ഒരു വീട്ടിലേക്ക് ഓടി വരുന്നതും ഇവിടെ അമ്മയെ കാണുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവളെ തന്റെ അമ്മേനെ എപ്പോഴും മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് തന്നെ ഈ ഒരു കാര്യം ഗ്വൻസിക്ക് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പണ്ട് അവൾ എഴുതിയ ഒരു പോയും അവളുടെ അമ്മയുടെ ഫോട്ടോ ഒക്കെയുള്ള ആ ഒരു വീട്ടിലേക്ക് അവളെയും കൂട്ടി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു വീടെല്ലാം കിട്ടുന്നതെന്നും എന്നിട്ട് അവളുടെ കണ്ണുകളൊക്കെ അന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു വീട് കിട്ടിയതിന്റെ സന്തോഷത്തിൽ അവർ രണ്ടുപേരും അങ്ങനെ ആ ഒരു വീട് നോക്കി ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ആ ഒരു വീട്ടില് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഏസൻ തന്റെ അമ്മ ആ ഒരു വീട്ടിലേക്ക് വന്ന് ഒരു വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നതായിട്ടും ഒരു കാര്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അടുത്ത് തങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കയ്യിൽ ട്രക്ക് ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഏസൻ തന്നെ അമ്മ എന്തിനാണാവോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അവൾക്ക് വീണ്ടും പെയിൻ വന്നത് അവള് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവൾ അപ്പൊ തന്നെ അവളുടെ മകളെ വിട്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ ട്രക്കുണ്ടോന്ന് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അപ്പുറത്തെ വീട്ടില് ആ ഒരു ചേച്ചിയുടെ ട്രക്കില് അവളിരുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ഇതിലൂടെ തന്നെ മരിച്ചുപോയ അവളുടെ അമ്മ ഉറക്കത്തിൽ വന്ന് അവളുടെ ലേബറിന്റെ കാര്യം അവരോട് പറയുകയാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടുകൂടി ഇപ്പൊ അവരുടെ ഫാമിലിയിൽ 5 പേര് ആയിട്ടുണ്ട്. പുതിയതുണ്ടായിട്ടുള്ള വാവിയും ഒരു ബോയ് ആയതുകൊണ്ട് തന്നെ വീണ്ടും അവരുടെ മുത്തശ്ശി ഇപ്പൊ അവിടേക്ക് വന്നിട്ട് ഏസനെയും
വൻസിക്കിനെയൊക്കെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ഒരു ആൻസിസ്റ്റർ സ്വപ്നത്തിലാണെന്ന് തന്നെ ഇതിന്റെ ബർത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അവൻ ഭയങ്കര ലക്കി ആയിരിക്കുന്നു ഇപ്പൊ അവർ മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് ഒരു വില്ലേജിലെ ചീഫായിട്ട് തന്നെ എലക്ട് ചെയ്യണമെന്ന് ഈസന്റെ ആ ഒരു ബ്ലൈൻഡ് ഡേറ്റ് എല്ലാരെയും കൺവിൻസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവനൊരിക്കലും അതിന് യോഗ്യനല്ലെന്നും അതിന് പറ്റുന്ന ഒരാൾ ഈസൻ തന്നെയാണെന്നും പറഞ്ഞ് എല്ലാരും കൂടി ഇപ്പൊ അവളെ ഒരു വില്ലേജിന്റെ ചീഫായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു വില്ലേജ് ചീഫായിട്ട് അവൾ ആദ്യം തന്നെ ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന പ്രോസ്റ്റിറ്റ്യൂഷനും ഡാൻസ് ഹാളുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ബിൽഡിങ്ങിലൊക്കെ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാരെയും അറസ്റ്റ് ചെയ്യാനായിരുന്നു. അങ്ങനെ അവള് ആ ഒരു ഡാൻസിങ് ഹാള് പരിശോധിക്കുന്നതിനിടയിൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവിടെ ബാത്റൂമിൽ ഒളിച്ചിരിക്കുന്ന രീതിയിൽ ആ ബ്ലൈൻഡ് ഡേറ്റിന്റെ തന്നെ ഭാര്യനെയും കുട്ടീനെയും കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഈസന് വേണമെങ്കിൽ അവനോടുള്ള റിവെഞ്ചിൽ അവനോട് സത്യങ്ങളൊക്കെ പറയായിരുന്നുവെങ്കിലും ഈസൻ അങ്ങനെയൊന്നും ചെയ്യാതെ അവരെ അവിടെ ഇരുന്ന് ഒരു വിൻഡോ വഴി രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഒരു പുറത്തേക്ക് ഇറങ്ങി ഓടി പോകുന്നത് ഒരു ബ്ലൈൻഡ് ഡേറ്റും മറ്റു പോലീസുകാരും കണ്ട് അവരെ പിടിക്കാനായിട്ട് പറയുമ്പോൾ ഈസൻ തന്നെ മുൻകൈ എടുത്തിട്ട് ഞാൻ അവരെ പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അവരുടെ പുറകെ ഓടി പോകുന്നുണ്ട്. പക്ഷെ പോകുന്ന വഴിയിൽ ബ്ലൈൻഡ് ഡേറ്റിന്റെ ഒരു ചെരുപ്പ് മിസ്സാവുന്നതും ആ ഒരു ചെരുപ്പിനെ അയാൾ ശ്രദ്ധിക്കുന്നതും ഇവിടെ കണ്ട ഒരു പരിചയം അയാളുടെ മുഖത്ത് വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇതേ സമയത്ത് ഈസൻ ആകട്ടെ അവളെയും കൂട്ടിക്കൊണ്ട് പുതിയൊരു സെയിം ടൈപ്പ് ചെരുപ്പ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സമയത്തൊക്കെ ഈസന്റെ ആ ഒരു നിഷ്കളങ്കതയും ആരെയും ഉപദ്രവിക്കരുതെന്ന് അവളുടെ ആ ഒരു ആഗ്രഹവും നമുക്ക് കാണാം. അങ്ങനെ അന്ന് രാത്രി വൻസിക്കും അവന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടി അവരുടെ ബോട്ടൊക്കെ വീണ്ടും ഒന്ന് പൊടി തട്ടി എടുക്കുന്നതിന്റെ ഇടയിൽ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്ന സൈൻ മാറ്റിയിട്ട് ഇപ്പൊ പുതിയൊരു സൈൻ എഴുതാനായിട്ട് അവൻ ആദ്യം അവന്റെ ഭാര്യയായിട്ടുള്ള ഈസന്റെ അടുത്ത് ആവശ്യപ്പെടുമ്പോ അങ്ങനെ വേണ്ടെന്നും അവരുടെ നാട്ടിലുള്ള വിശ്വാസങ്ങൾ അനുസരിച്ച് ഒരു പെണ്ണ് ആ ഒരു ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ഒരു ബോട്ടിന് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് അവള് പറയുമ്പോ അതൊക്കെ വെറുതെ കുറെ അന്ധവിശ്വാസങ്ങളാണെന്നും താൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ലെന്നും നീയും എന്റെ മക്കളും ലോകമാണെന്നും നിങ്ങൾ അങ്ങനെ ബോട്ടിൽ എഴുതുന്നോണ്ട് ഒരു കുഴപ്പമില്ലെന്നും ഇപ്പൊ ക്വൻസിക്ക് പറയുന്നത് കേട്ടിട്ട് അവരുടെ മൂത്ത മകളായിട്ടുള്ള മ്യങ് ഇപ്പോ ബോട്ടിൽ എഴുതാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഈസൻ അവളുടെ കൈയൊന്ന് പിടിച്ച് അവളെ നിർത്താനായിട്ട് നോക്കിയെങ്കിലും സ്വന്തം മകളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു പെണ്ണായതുകൊണ്ട് മാത്രം അവൾക്ക് ആ ഒരു ബോട്ടിലൊന്നും എഴുതാൻ പറ്റില്ലെന്ന് അവൾക്ക് പറയാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈസൻ അവളുടെ കൈ വിടുകയും ഒരു രണ്ടുപേരും ഒരു ബോട്ടിൽ ഓരോന്ന് വരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് അവർ ഫാമിലി ആയിട്ട് കടലിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു കടൽ ദേവനോട് ഹസ്ബൻഡിന് ഒരാപത്തും കൂടാതെ എല്ലാ ദിവസവും വീട്ടിലേക്ക് പറഞ്ഞയക്കണമെന്നും അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും ഞാൻ നിനക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്ത് തരുന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ ആ ഒരു കടലിനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് ഒരു വീടും ബോട്ടും ഒരു ഫാമിലി ഉണ്ടാക്കിയ സന്തോഷത്തില് ഇപ്പൊ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഈസന്റെ ക്വൻസിക്ക് കിസ് ചെയ്യുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ വളരെ സ്റ്റോമി ആയിട്ടുള്ള ഒരു ദിവസമാണ് കാണിക്കുന്നത്. എസ്പെഷ്യലി അവരൊരു ഐലൻഡിലും അതും കടലിനടുത്തൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഫുള്ളായിട്ട് തന്നെ മാറിയിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഈസൻ ആകട്ടെ സാധാരണ അവളുടെ വീട്ടു ജോലികളെല്ലാം ചെയ്യുന്നതിന്റെ ഇടയിൽ അവരുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടികൾ ഇപ്പൊ ഫുഡൊക്കെ കഴിക്കുന്നതിന്റെ ഇടയിൽ അവരുടെ ഏറ്റവും ഇളയ മകനായിട്ടുള്ള ഡോങ്ങിന് ഇപ്പൊ ഒരു കബോർഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന മിഠായികൾ കഴിക്കാനായിട്ട് ഒരു കൊതി തോന്നിയിട്ട് ആ നേരെ ചെന്ന് അതെടുക്കുന്നതിന്റെ ഇടയിൽ ഒരു മിഠായികളെല്ലാം താഴെ വീണിട്ട് ഇത് കണ്ടുവരുന്ന ഈസൻ ചെറുതായിട്ട് അവന് വഴക്ക് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ മിഠായി തരാന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാണ് ഇപ്പൊ ഓടി വന്നെടുത്ത് ഇതൊക്കെ താഴെ ഇട്ടേന്ന് ചോദിച്ച് അവനെ ഒന്ന് ചീത്ത പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പോ തന്നെ ഡോങ്ങിന് ഭയങ്കര വിഷമമായിട്ട് അവരിപ്പോ നിർത്താതെ അങ്ങ് കരഞ്ഞിട്ട് ഈസന്റെ അടുത്ത് അവനൊന്ന് ഹഗ് ചെയ്യാനായിട്ട് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് തന്നെ അവരുടെ മൂത്ത മകളായിട്ടുള്ള മ്യങ്ങിന്റെ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വന്നിട്ട് മ്യങ്ങിന് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറയുമ്പോ വേറെ ഒന്നും തന്നെ നോക്കാണ്ട് ഈസന് വേഗം തന്നെ മ്യങ്ങിനെ അന്വേഷിച്ച് പോവേണ്ടി വരുന്നുണ്ട്. ഈ ഒരു സമയത്തും കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഡോങ്ങിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈസനാകട്ടെ പോകും വഴിയിൽ തന്നെ അവരുടെ ഒരു നൈബറിന്റെ അടുത്ത് തന്റെ മക്കള് വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും അവരെയൊന്നും ശ്രദ്ധിക്കണേന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിലും ആ ഒരു ലേഡി ആകട്ടെ വീട്ടിൽ ടിവിയും കണ്ട് ഉറങ്ങിയിരുന്നതിനാല് ഈസൻ പറഞ്ഞൊന്നും ആ ഒരു സ്ത്രീ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ആകെ മോശമായതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവില് ഈസൻ എങ്ങനെയൊക്കെയോ അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണ് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റില് സൈക്കിൾ ഓടിച്ച് പോകരുതെന്ന് ഈസൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും യങ് ആകട്ടെ അതൊന്നും കേൾക്കാതെ സൈക്കിൾ ഓടിച്ച് വീണ് അവൾക്കൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും ചെറുതായിട്ട് ചീത്ത പറഞ്ഞ് ഈസൻ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അവള് മക്കളെ നോക്കാനായിട്ട് പറഞ്ഞിരുന്ന ആ ഒരു നൈബർ അവിടെ കിടന്ന് ഉറങ്ങുന്നത് അവള് കാണുന്നത്. ഉടനെ തന്നെ അവൾ ആ ഒരു ലേഡീനെ വിളിച്ച് കുട്ടികൾ ഉറങ്ങിയോന്നൊക്കെ ചോദിക്കുമ്പോ ഏത് കുട്ടികളെന്ന് ആ ഒരു ലേഡി തിരിച്ച് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ട് വേഗം തന്നെ അവൾ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ ഫുള്ള് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്താകട്ടെ വീട്ടില് ആരും തന്നെ ഇല്ലാത്തതായിട്ട് കണ്ടിട്ട് അവിടെ ചുറ്റും നോക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെ ഷൂസ് അവിടെ ഇല്ലാത്തതായിട്ട് അവള് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ അവര് രണ്ടുപേരും പുറത്തേക്ക് പോയിന്ന് അവള് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ക്ലൈമറ്റില് കടലിന്റെ അടുത്തേക്കെങ്ങാനും പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചർ ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈസൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ അമ്മയുടെ രണ്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആന്റിമാര് വന്നിട്ട് അവളുടെ രണ്ടാമത്തെ മകനെ അവരെ ഫീൽഡിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവളെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ രണ്ടാമത്തെ മകനെ കണ്ട സന്തോഷത്തില് അവനെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നീട് ഇളയ മകനായിട്ടുള്ള ഡൊങ്ങ എവിടെയാണെന്ന് ഇപ്പൊ ഈസൻ
അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡോങ് എന്റെ ഒപ്പം വന്നിട്ടില്ലെന്നും അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും അവനും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഈസിന് വീണ്ടും ടെൻഷൻ ആവാണ്. കാരണം വെറും 3 വയസ്സായിട്ടുള്ള അവളുടെ മകൻ എങ്ങോട്ടാ പോയെന്നറിയാണ്ട് പിന്നീട് ഈസനും ആ ഒരു വില്ലേജിലുള്ള ഒരുപാട് പേരും കൂടിയിട്ട് ഇപ്പൊ ഡോങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു വില്ലേജ് ഫുള്ള് തെരയുന്നുണ്ട്. ഇതേ സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഗ്വൻസിക്കും ഇപ്പൊ ആ ഒരു വില്ലേജ് ഫുള്ള് തന്റെ മകന് വേണ്ടിയിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഒരുപാട് നോക്കിയിട്ടും എവിടെയും തന്റെ മകനായിട്ടുള്ള ഡങ്ങിനെ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈസന്റെ അടുത്ത് അവളുടെ തന്നെ ഒരു നൈബർ വന്നിട്ട് ഇടറിയ സ്വരത്തില് അവളുടെ പേര് വിളിക്കുമ്പോ ആകെ പാനിക്കായിട്ട് നിൽക്കുന്ന ഈസനെ നമുക്ക് കാണാം. മകൻ എവിടെയാണെന്ന് അവള് ചോദിക്കുമ്പോ ഒന്നും പറയാൻ പറ്റാതെ വളരെ നിശബ്ദയായിട്ട് നിൽക്കുമായിരുന്നു ആ ഒരു നൈബർ. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് നനഞ്ഞ് കുതിർന്നു കിടക്കുന്ന ഡോങ്ങിനെയും കയ്യിൽ പിടിച്ച് തെരുവിലിരിക്കുന്ന ഈസനെയാണ്. ഒരു സമയത്തൊക്കെ ആകെ വിറച്ചുകൊണ്ട് എന്റെ മകന്റെ ബോഡിയൊക്കെ വളരെ കോൾഡ് ആണെന്നും നിങ്ങൾ ആരും എന്താ ആംബുലൻസിനെ വിളിക്കാത്തെന്നും ഈസൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായതുകൊണ്ട് അവളെ നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ 3 വയസ്സുള്ള തന്റെ ഡൊങ്ങിന്റെ ബോഡി ആയിട്ട് ഈസൻ ആ ഒരു റോഡിലിരിക്കുന്ന വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടിട്ട് ഒരു അക്ഷരം പോലും പറയാൻ പറ്റാതെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാതെ ഗ്വൻസിക്കും ആ ഒരു റോട്ടില് കരഞ്ഞു തളർന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും തന്റെ മകൻ തങ്ങളെ വിട്ടുപോയി എന്ന ആ ഒരു സത്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവനോട് വീണ്ടും എണീക്കാൻ പറഞ്ഞിട്ട് അവനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈസൻ. അങ്ങനെ അവന്റെ ഫ്യൂണറലെല്ലാം കഴിഞ്ഞ് രാത്രി ഈസൻ വീട്ടിലേക്ക് കയറുമ്പോ അന്ന് രാവിലെ തന്റെ മകൻ അവസാനമായിട്ട് അവനൊന്ന് ഹഗ് ചെയ്യാൻ പറഞ്ഞപ്പോ അതുപോലും ചെയ്യാൻ പറ്റാതെ പോയ ഒരു അമ്മയാണ് ഞാനെന്ന് പറഞ്ഞ് അവള് വളരെയധികം ഇപ്പൊ ഡിപ്രസ്ഡ് ആകുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമില് അവൾ അവനെ ഹഗ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അവന് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവനൊരിക്കലും അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകില്ലായിരുന്നു എന്നും അവനൊരു ആപത്ത് പറ്റില്ലായിരുന്നു എന്നും ഈസൻ ഇപ്പൊ അവളോട് തന്നെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ രാവിലെ അവര് കഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും ഡൊങ്ങ് കഴിച്ചിരുന്ന സ്പൂണും അവൻ ആഗ്രഹിച്ചിരുന്ന മിഠായൊക്കെ കാണുമ്പോൾ വീണ്ടും ഈസന്റെ വിഷമം വന്നിട്ട് അവളിപ്പോ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അതേ ടൈമിലൊന്നും ഗ്വൻസിക്കിനെ ആ ഒരു വീട്ടിൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ ഈസൻ ആ ഒരു കിടന്ന കിടപ്പില് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ മകൻ മരിച്ച വിഷമത്തിലുപരി തന്നെ താൻ കാരണമാണ് തന്റെ മകൻ മരിച്ചത് എന്ന ഒരു വിഷമമാണ് അവൾ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം തന്റെ രണ്ടാമത്തെ മകൻ അവിടെ ഇരുന്ന് കളിക്കുന്ന സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഈസൻ എഴുന്നേറ്റ് അവന്റെ അടുത്ത് പോയിട്ട് അവനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നും ഉത്തരം പറയാതെ എന്തോ വിഷമത്തിൽ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു വീട്ടില് ഈസനെ പോലെ തന്നെ വളരെ ടയേർഡായിട്ട് കരഞ്ഞ് തളർന്നു കിടക്കുന്ന വൻസിക്ക് ഇപ്പൊ അവരുടെ മൂത്ത മകളുടെ നനഞ്ഞിട്ടുണ്ടായിരുന്ന ബാഗ് എല്ലാം എടുത്ത് നോക്കുമ്പോ അതിൽ അവൾക്ക് ഫീസ് അടക്കേണ്ട ഡേറ്റ് അടുത്തതായിട്ടും കഴിഞ്ഞ എക്സാംസിനൊക്കെ അവൾ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്തതായിട്ടും കണ്ടിട്ട് ഇതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും നീ വീട്ടിൽ പറയാത്തത് എന്ന് ചോദിച്ചപ്പോ എന്ന് അവള് പൊട്ടിക്കരഞ്ഞിട്ട് അന്ന് അമ്മ പറയുന്നത് കേൾക്കാണ്ട് ആ ഒരു സൈക്കിളും കൊണ്ട് ഞാൻ പോയതുകൊണ്ടാണ് ഡൊങ്ങ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവള് പൊട്ടിക്കരയുന്നുണ്ട്. താൻ കാരണമാണ് തന്റെ അനിയൻ മരിച്ചതെന്നുള്ള ആ ഒരു കുറ്റബോധം ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇതേ ടൈമിൽ തന്നെ ഈസൻ അങ്ങനെ ഒരുപാട് ചോദിക്കുമ്പോ യങ് എന്ന അവളുടെ രണ്ടാമത്തെ മകൻ ഇപ്പൊ അവളോട് കാര്യം പറയുന്നുണ്ട്. അന്ന് അമ്മ ചേച്ചീനെ നോക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ എന്റെ അനിയനായിട്ടുള്ള ഡൊങ്ങിനെ മര്യാദയ്ക്ക് നോക്കാത്തോണ്ടാണ് അവൻ മരിച്ചതെന്ന് പറഞ്ഞ് ആ ഒരു കുറ്റബോധത്തില് ഇപ്പോ യങ്ങും ഇരുന്ന് കരയുന്നുണ്ട്. ശരിക്കും ഇപ്പോഴാണ് ഈസനും അതുപോലെ തന്നെ ഗ്വൻസിക്കും ഇത്രയും നാളും അവരവരുടെ വിഷമം താങ്ങാൻ പറ്റാത്തോണ്ടായിരിക്കാം ഒരു പക്ഷെ ബാക്കിയൊന്നും നോക്കാണ്ട് വളരെ സെക്ലൂഡഡ് ആയിട്ട് ആരോടൊന്നും മിണ്ടാതെ സംസാരിക്കാതെ അങ്ങനെ മാത്രം ആലോചിച്ച് കരഞ്ഞ് തളർന്ന് കിടന്നതെങ്കിലും ഈ ഒരു സമയത്തൊക്കെ അവർക്ക് 2 മക്കളും കൂടി വേറെ ഉണ്ടെന്നും അവരുടെ ഇമോഷൻസും അവരുടെ മൈൻഡും തങ്ങളെ ശ്രദ്ധിക്കാതെ പോയത് തരും മാത്രമല്ല ഡൊങ്ങ് മരിക്കുമ്പോൾ അത് അവരെയും കൂടി ഈക്വൽ ആയിട്ട് എഫക്ട് ചെയ്തു എന്നുള്ള ആ ഒരു ഫാക്ട് നമ്മൾ മറന്നുപോയതും ആലോചിച്ച് ഇപ്പൊ ഈസനും ഗ്വൻസിക്കിനും അവരുടെ തെറ്റ് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവര് മക്കളെയൊക്കെ ആശ്വസിപ്പിച്ച് തങ്ങളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ലെന്നും ഇനിയുള്ള അവരുടെ 2 മക്കൾക്ക് വേണ്ടിയെങ്കിലും ഒരു പഴയതുപോലെ ആവണമെന്ന് തിരിച്ചറിഞ്ഞിട്ട് വൻസിക്ക് പിറ്റേ ദിവസം തന്നെ ബോട്ടെടുത്ത് കടലിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവൻ അങ്ങനെ കണ്ടിട്ട് അവൾ ഒന്നും കൂടി ആശ്വസിപ്പിച്ച് അവളുടെ ഫീസൊക്കെ ഇത്രയും പെട്ടെന്ന് അടയ്ക്കാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതേ ടൈമില് ഈസൻ ആകട്ടെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് എങ്ങും കൊടുക്കാറുള്ള പോലെ തന്നെ അങ്ങന്റെ പ്ലേറ്റില് അവനായിട്ട് കുറച്ച് ഫുഡും അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പൂണും മിഠായൊക്കെ അവന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ അവള് വീണ്ടും ഫാമിലിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ഇന്നത്തെയും പോലെ അല്ലാതെ ഡെല്ലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കാണുന്ന അവൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുള്ള ആന്റിമാര് അതിന് കാരണം അവൾക്ക് കടലിനോടുള്ള വെറുപ്പാണെന്നും ആദ്യം അവളുടെ അച്ഛനെയും പിന്നെ അവളുടെ അമ്മേനെയും ഇപ്പതേ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡൊങ്ങിനെയും കൊണ്ടുപോയത് ആ ഒരു കടലായതുകൊണ്ട് അതിന് നേരെ ഇരിക്കാനായിട്ടുള്ള ഒരു ത്രാണി പക്ഷെ ഏസിന് ഉണ്ടായിരിക്കില്ല എന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൈമില് ഗ്വൻസിക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഗ്വൻസിക്കും ഏസനും അവരുടെ 2 മക്കളും കൂടിയിട്ട് നടക്കാൻ പോകുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഈ ഒരു സീസൺ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നും എന്റെ കയ്യിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ ഇപ്പൊ സാഡ് ആവുന്നുണ്ടെങ്കിലും ഒരു സമയത്തൊക്കെ ഗ്വൻസിക്ക് അവളുടെ ഒപ്പം കട്ടയ്ക്ക് തന്നെ കൂടെ നിന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരു ജനറൽ ആയിട്ടുള്ള ഇങ്ങനത്തെ
കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ ഡോങ്ങിനെ കുറിച്ച് അവർ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് ഏസൻ ആകട്ടെ ഞാൻ കാരണമാണ് ഡോങ് മരിച്ചതെന്നും, കാരണം ഗ്വൻസിക്ക് എപ്പോഴും കടലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് എപ്പോഴെങ്കിലും ഗ്വന്നിനെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ കടലിന്റെ സൈഡിലായിട്ട് നിന്നിട്ട് ഗ്വൻസിക്കിന്റെ പേര് ഒച്ചത്തിൽ വിളിക്കുകയാണെങ്കിൽ വേഗം തന്നെ ഗ്വൻസിക്ക് വരുമെന്നും അവർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്നും ഈസൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈസൻ ഇങ്ങനെ സിബ്ലിങ്സിനെ ആരെയും കാണാത്തപ്പോ ഗ്വൻസിക്കിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഡോങ് മേ ബി അവർ കടലിന്റെ സൈഡിൽ വന്ന് നിന്നത്, പിന്നീട് ഒരു ട്രാജഡി സംഭവിച്ചതും. അങ്ങനെ എല്ലാം ആലോചിച്ച് അങ്ങയുടെ മരണത്തിന് കാരണം ഞാനാണ് എന്ന കുറ്റബോധത്തില് ഈസൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് ഗ്വൻസിക്കിന് വിഷമായിട്ട് അവനിപ്പോ ഏസനെ ചെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിന്ന് ഏസന്റെ മുമ്പിൽ അവൻ അഭിനയിച്ചെന്നുണ്ടെങ്കിലും പിന്നീട് 30 വർഷങ്ങൾക്ക് ശേഷം അവനൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്ന സമയത്ത് ബോധമില്ലാതെ അന്നത്തെ ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും പണിക്ക് പോകരുതായിരുന്നു എന്നും, ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്റെ മകൻ മരിക്കില്ലായിരുന്നു എന്നും അവന്റെ ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ അവൻ സംസാരിച്ചത് ഏസൻ കേട്ടിട്ട് ഇത്ര നാളും തന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ 30 വർഷമായിട്ട് ഈ ഒരു കാര്യം അവൻ കൊണ്ടു നടക്കായിരുന്നു എന്ന് ഏസൻ മ്യങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഡോങ് മരിച്ചപ്പോഴും നിങ്ങളെപ്പോലെ 2 മക്കള് ഞങ്ങളുടെ ഒപ്പം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിടിച്ചെക്കാൻ പറ്റിയതെന്നും, നിങ്ങളുള്ളതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ജീവിക്കാനായിട്ട് ഒരു ധൈര്യം കാട്ടിയതെന്നും ഏസൻ പറയുന്നുണ്ട്. വീണ്ടും ഫ്ലാഷ് ബാക്കിൽ അവര് കുറച്ച് ഡൗൺ ആയി പോയിരുന്ന സമയത്ത് ഏസന്റെ അമ്മയുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന ആന്റീസും അവരുടെ നൈബേഴ്സും ഒക്കെ അവർക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഒരു ദിവസം പോലും പട്ടിണിക്കിടാതെ അവര് മക്കളെ നോക്കിയതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സ്നേഹവും ആ ഒരു കെയറിംഗും ഒക്കെ കാരണമാണ് ഡോങ്ങിന്റെ ആ ഒരു മരണം അതിജീവിക്കാനായിട്ട് തങ്ങൾക്ക് പറ്റിയതെന്നിപ്പോ ഏസൻ പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ പണ്ട് ഏസൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഗ്വൻസിക്കിന് ജോലി ഇല്ലാണ്ടിരുന്ന ടൈമില് നേരാവണ്ണം ഫുഡ് കഴിക്കാനായിട്ട് അരി പോലും ഇല്ലാതിരുന്ന ഒരു സമയത്ത് അവരുടെ വീട്ടിലേക്ക് അവരറിയാണ്ട് തന്നെ കയറിയിട്ട് അവർക്ക് വേണ്ട അരിയെല്ലാം കൊടുത്തിരുന്നത് അവരുടെ നൈബേഴ്സ് ആണെന്നും നമ്മളെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷെ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കണം അവര് അങ്ങനെ ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം ഏസൻ വന്ന് നോക്കുന്ന സമയത്ത് ഓരോ ദിവസം അവർക്ക് കഴിക്കാൻ വേണ്ട ക്വാണ്ടിറ്റിനേക്കാളും കൂടുതൽ അരി അതിൽ കാണുമ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് അവൾ അവരോട് പോയിട്ട് ഇതെല്ലാം ചോദിക്കുമെങ്കിലും ഈസനും ഗ്വൻസിക്ക് പോലും അറിയാണ്ട് അവരുടെ നൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഒരു മുത്തശ്ശനും മുത്തശ്ശിയും എപ്പോഴും ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ ടൈമിൽ തന്നെ അവരുടെ പുതിയ ഒരു വീടിന്റെ റെന്റ് എടുത്ത് അവർക്ക് കൊടുത്തത് ഏസന്റെ സ്റ്റെപ്പ് മദർ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലും പലരും അവരെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അവരങ്ങനെ പിടിച്ചു നിന്നത്. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം മ്യങ് വലുതായിട്ട് അവൾക്ക് സിയോളിലെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ആ ഒരു വാർത്തയൊക്കെ അറിഞ്ഞിട്ട് വയസ്സായിട്ടുണ്ടായിരുന്ന ഈസനും ഗ്വൻസിക്കും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഈസന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ് ഇതിലൂടെ പൂർത്തിയാകുന്നത്. അങ്ങനെ അവള് സിയോളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മ്യങ്ങിനേക്കാളും കൂടുതൽ സന്തോഷത്തിൽ ഈസനാണ്. അത്രയും എക്സൈറ്റഡ് ആയിട്ട് മ്യങ്ങിന്റെ പേരൊക്കെ വിളിക്കുന്ന സമയത്ത് അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഫാമിലി അവരെ പരിചയപ്പെടുന്നുണ്ട്. മ്യങ് എന്നത് അവരുടെ ഫാമിലിയിലെ ഉള്ള ഒരു അച്ഛന്റെ പേരാണെന്നും പറഞ്ഞ് ആ ഒരു ഫാമിലിയിലത്തെ അതേ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള യങ് എന്ന് പറഞ്ഞ ഒരു ബോയ് ഇപ്പോ നമ്മുടെ ഈസന്റെ ഫാമിലിയുടെ ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതേ ടൈമില് നമ്മുടെ ഗ്വൻസിക് ആകട്ടെ യങ്ങിനെ എന്തോ വല്ലാത്ത പോലെ നോക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. മേ ബി ഗ്വൻസിക്കിന്റെ ഇൻറ്റ്യൂഷൻ തെറ്റാത്തോണ്ടായിരിക്കണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ ആരും അറിയാതെ യങ്ങിന്റെ കുറച്ച് സോളോ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടിട്ട് അവളിപ്പോ ഇവിടേക്ക് വന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും അവന് എന്റെ മോളോട് ക്രഷ് ആയെന്നൊക്കെ ചോദിച്ചിട്ട് ഗ്വൻസിക്കിന് ഇപ്പൊ വളരെ ദേഷ്യം വരാണെങ്കിൽ ഏസന് ഇതൊക്കെ ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. മാത്രല്ല അവളിപ്പോ ഗ്വൻസിക്കിന്റെ അടുത്ത് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മ്യങ്ങിന്റെ അടുത്തൊരു ക്രഷ് ഉണ്ടെന്നും അവൻ അവളെ വിളിച്ച് എങ്ങോട്ടെങ്കിലും പോയാലോന്നും ചോദിക്കുമ്പോൾ ഗ്വൻസിക്കും പണ്ട് അങ്ങനെ തന്നെയല്ലേ ചെയ്തതെന്ന് ഏസൻ ചോദിച്ച് ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിയോളിൽ കാണിക്കുകയാണെങ്കിൽ ഗ്വൻസിക്ക് പേടിച്ചിരുന്നത് പോലെ തന്നെ മ്യങ്ങും യങ്ങും ആയിട്ട് ഇപ്പൊ റിലേഷനിലായിരിക്കുകയാണ്. പക്ഷെ അടുത്ത ദിവസം അവരുടെ നാട്ടിലുള്ള എല്ലാ ബോയ്സും ആർമിയിലേക്ക് പോകണം എന്ന് കമ്പൽസറി ആയതുകൊണ്ട് നാളെ യങ്ങിന് പോകേണ്ട സമയം ആയതുകൊണ്ട് ഇന്നത്തെ ദിവസമായിരിക്കും അവർ ലാസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്ന് നമ്മൾ കാണുന്ന അവസാനത്തെ ദിവസമാണെന്നും നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് വെസ്റ്റഡ് ആയിട്ട് തന്നെ മ്യങ് ചോദിക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് അവൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെ അവൻ ഇരിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ പണ്ട് ഗ്വൻസിക്കും ഏസനും എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഉള്ള ഒരു ക്യൂട്ടായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് മ്യങ്ങും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ തന്നെ യങ്ങിന്റെ ഫാമിലി കുറച്ച് റിച്ച് ആയതുകൊണ്ട് അതിന്റെ പേരിലാണ് പ്രസന്റിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ അവരുടെ ലൈഫിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സോ ഇതിനടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. Till then, take care and bye bye.